അരുൺ വളരെ ദ്രുതഗതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി കൊച്ചിയിൽ നിന്നായിരിക്കുമോ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ മേൽനോട്ടം അരുൺ? നിലവിൽ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നാവികസേനയുടെ INS സൂറത്ത് ഈ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. രാവിലെ 10:30 കൂടിയാണ് ഈ കപ്പലിൽ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ള വിവരം നേവിക്ക് ലഭിക്കുന്നത്. അപ്പോൾ തന്നെ INS സൂറത്തിനെ അങ്ങോട്ടേക്ക് വിടാനുള്ള തീരുമാനം നാവികസേന എടുത്തു. അങ്ങനെ 11 മണിയോട് കൂടിയാണ് ഈ സംഭവ സ്ഥലത്തേക്ക് INS സൂറത്ത് പുറപ്പെട്ടത്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഡോർണിയർ വിമാനവും രക്ഷാ ദൗത്യത്തിന്റെ ഭാഗമാകും. ഇത് അങ്ങോട്ടേക്ക് വിടാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായിട്ടാണ് നാവികസേന അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ സംയുക്തമായ ഒരു ഓപ്പറേഷനാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നടത്തുന്നത്. പ്രാഥമികമായിട്ട് ജീവൻ രക്ഷിക്കുക എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. 22 ജീവനക്കാർ ആ കപ്പലിൽ ഉണ്ടായിരുന്നു പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത് പ്രാണരക്ഷാർത്ഥം ഇവർ കടലിലേക്ക് എടുത്തു ചാടിയെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അവരെ എത്രയും വേഗം രക്ഷപ്പെടുത്താനാണ് പരിഗണന നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ പൊട്ടിത്തെറി എത്രത്തോളം വ്യാപ്തി ഉണ്ട് എന്നുള്ളതും അറിയേണ്ടതുണ്ട്. കാരണം ഈ കപ്പലിന്റെ അണ്ടർ ഡെക്കിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നതാണ് നാവികസേന അറിയിക്കുന്നത്. അപ്പോൾ എഞ്ചിൻ റൂമിന്റെ ഭാഗത്താണോ, അപ്പോൾ എവിടെയാണ് എന്നുള്ളത് കൂടി വ്യക്തമാകേണ്ടതുണ്ട്. അങ്ങനെ അത് കാരണം ഈ കണ്ടെയ്നറുകളെല്ലാം വെള്ളത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും നാവികസേന ആ സാഹചര്യം വിലയിരുത്തുന്നുണ്ട്. കോസ്റ്റ് ഗാർഡുമായി ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്.